ഹായ് നമസ്കാരം, ഞാൻ ഷാജു വിജയൻ. കാന്താരമുളകിലേക്ക് സ്വാഗതം. ചക്ക കൊണ്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ ചക്ക കൊണ്ട് പായസം, ചക്ക പുഴുക്ക്, ചക്ക എലിശ്ശേരി, പിന്നെ അങ്ങനെ എക്സെട്ര. ചക്കക്കുരു കൊണ്ട് നമ്മൾ കറി വയ്ക്കാറുണ്ട്. ചക്കക്കുരു കൊണ്ട് പായസം ഉണ്ടാക്കാറുണ്ട്. പിന്നെ ജ്യൂസും അടിക്കാറുണ്ട് കേട്ടോ. ഇന്ന് ചക്ക ചവണി കൊണ്ടൊരു വിഭവം ഉണ്ടാക്കി നോക്കിയാലോ. ചക്ക ചവണി മനസ്സിലായോ? അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചക്ക ചവണി കൊണ്ട്, ഇതാണ് ചവണി കൊണ്ട് നമുക്ക് ഒരു പക്കോട ഉണ്ടാക്കി നോക്കാം. ഒന്ന് കണ്ടാലോ? ചക്ക ചവണി ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരിഞ്ഞു വെച്ച ഒരു ബൗൾ ചക്കച്ചവണി. പ്രത്യേകം ശ്രദ്ധിക്കുക, ചക്കച്ചവണി കഴുകാതെ തന്നെ നമ്മൾ എടുക്കുക. കാരണം എന്താ വെച്ചാൽ അത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നമുക്കത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കഴുകാതെ തന്നെ നമ്മൾ ചക്കച്ചവണി ഒരു ബൗൾ എടുക്കേണ്ടതാണ്. എടുത്തതിൻ്റെ ശേഷം അരിഞ്ഞു വെച്ച ഒരു സവോള, ഒരു കഷ്ണം ഇഞ്ചി, 5-6 എല്ലി വെളുത്തുള്ളി, രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില 2 എല്ലി എടുത്തിട്ടുണ്ട്. 1-2 പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് എടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഉപ്പ് ആവശ്യത്തിന്, 1 കപ്പ് മൈദപ്പൊടിയും 1 കപ്പ് അരിപ്പൊടിയും കൂടിയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ വറുത്തെടുക്കാനുള്ള എണ്ണയും വേണം. നമുക്ക് നോക്കിയാലോ. അരിഞ്ഞു വെച്ച ചക്കച്ചവണിയിൽ കരിവേപ്പില അരിഞ്ഞു വെച്ചത് ഇട്ടിട്ടുണ്ട്. അതിൽ പിന്നീട് സവോള ഇടുന്നുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സവോള, അരിഞ്ഞു വെച്ച സവോള അതിലോട്ട് ഇട്ടിട്ടുണ്ട്. അരിഞ്ഞു വെച്ച മുളകും അതിലോട്ട് ഇട്ടു. പിന്നീട് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിലോട്ട് ഇട്ടു. എന്നതിന് ശേഷം ചിക്കൻ മസാല പൊടി, മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, എന്നിട്ട് നന്നായി കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. എന്നാലാണ് അത് എല്ലായിടത്തും മിക്സ് ആവുള്ളൂ. മസാല ഒക്കെ നന്നായിട്ട് പിടിക്കണം. അതുകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിൻ്റെ ശേഷം 1 കപ്പ് മൈദപ്പൊടിയും 1 കപ്പ് അരിപ്പൊടിയും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ടു. വീണ്ടും നന്നായി കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. മൈദപ്പൊടിയുടെ പകരം കടലപ്പൊടിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയും ഉണ്ടാവും, ഹെൽത്തിയും ആയിരിക്കും. അപ്പോൾ മൈദയുടെ പകരം നമുക്ക് കടലപ്പൊടിയും എടുക്കാമെന്നർത്ഥം. ഹെൽത്ത് കോൺഷ്യസ് ഉള്ളവർക്ക് മൈദപ്പൊടിയുടെ പകരം കടലപ്പൊടി എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ പരുവത്തിൽ കുഴച്ചെടുക്കാം. അധികം കട്ടിയും വേണ്ട, അധികം ലൂസും വേണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കുഴച്ചെടുക്കേണ്ടത്. എണ്ണ ചൂടായതിന് ശേഷം, ഒരു മീഡിയം ചൂടായതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്ത മാവ് ഇതിലോട്ട് എണ്ണയിലേക്ക് ഇടുക. ഇതുപോലെ ഈ കാണുന്ന പോലെ ഒരു ചെറിയൊരു ഷേപ്പിൽ, നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ഷേപ്പിൽ ഇതിലോട്ടിടുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് വറുത്തെടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കണം, കരിയാതെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നതും നല്ലതാണ്.
ഗോൾഡൻ ബ്രൗൺ ആയതിന് ശേഷം എടുത്തു വയ്ക്കാം. നമ്മുടെ ചക്ക ചവണി പക്കവട റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കി. പാകത്തിന് ഉപ്പുണ്ട്, എരിവുണ്ട്, ക്രിസ്പിയുണ്ട്. അപ്പോൾ ഇറ്റ്സ് വെരി സിമ്പിളാണ്. നമ്മൾ വേസ്റ്റ് എന്ന് കരുതുന്ന ചക്ക ചവണി കൊണ്ടൊന്നും സാധാരണ നമ്മളൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല എന്നാണ് മിക്ക ആൾക്കാരും എന്നെനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വിഭവം, വേസ്റ്റ് എന്ന് കരുതുന്ന ഈ ഒരു വിഭവം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ നിങ്ങൾക്കും രസകരമായ വിഭവങ്ങൾ എന്തെങ്കിലും അറിയുമെങ്കിൽ എന്നെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. ഈ ഒരു ഡിഷ് തീർച്ചയായും നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാനിടുന്ന ഓരോ വീഡിയോയും മിസ് ചെയ്യാതെ കാണുവാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. ഇന്ന് ഇത്ര മാത്രം. രസകരമായ അടുത്തൊരു ഡിഷുമായി അടുത്ത ആഴ്ച വരാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.